പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും ഈസി ഇക്കണോമിക്സ് ലളിതം രസകരം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എൻ എ പ്രൈസൽ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ, ഈ പാഠഭാഗം പഠിക്കാം. ഈ പാഠഭാഗമാണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തെ പ്രതിപാദിക്കുന്ന പാഠഭാഗം. ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും അതേപോലെ ഗ്ലോബലൈസേഷനും ആണ്. ന്യൂ ഇക്കണോമിക് പോളിസിയെ നമ്മൾ ചുരുക്കിയിട്ട് LPG എന്ന് വിളിക്കാറുണ്ട്. L സ്റ്റാൻഡ്സ് ഫോർ ലിബറലൈസേഷൻ ആൻഡ് P സ്റ്റാൻഡ്സ് ഫോർ പ്രൈവറ്റൈസേഷൻ ആൻഡ് G സ്റ്റാൻഡ്സ് ഫോർ ഗ്ലോബലൈസേഷൻ. ഓക്കെ, നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1951 മുതൽ ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്, ഇല്ലേ? പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചിട്ടും അവയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതാണ്. 1990 കൂടിയിട്ട് ഇന്ത്യ 7 പഞ്ചവത്സര പദ്ധതികളും അതേപോലെ തന്നെ റോളിംഗ് പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യ പഞ്ചവത്സര പദ്ധതികളും അതേപോലെ തന്നെ റോളിംഗ് പദ്ധതികളും ഒക്കെ നടപ്പിലാക്കിയതിനെ തുടർന്ന് ഇന്ത്യക്ക് ഒരുപാട് നേട്ടം, ഒരുപാട് വളർച്ച, വികാസം കൈവരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നത് പരമാർത്ഥം തന്നെയാണ്. എങ്കിലും ഇതിന് ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. നമ്മുടെ പദ്ധതിയുടെ, നമ്മുടെ ആസൂത്രണത്തിൻ്റെ പോരായ്മകൾ നിസ്സാരമായിരുന്നില്ല. നമുക്കറിയാം, ഡ്യൂറിങ് ദ പ്ലാനിംഗ് പീരീഡ്, ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ കാലയളവിൽ പബ്ലിക് സെക്ടർ വാസ് ഗിവൺ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. നമ്മൾ പഠിച്ചതാണല്ലേ. ഡ്യൂറിങ് ദ പ്ലാനിംഗ് പീരീഡ് ഇന്ത്യ വാസ് ഗിവൺ മച്ച് ഇമ്പോർട്ടൻസ് ഫോർ പബ്ലിക് സെക്ടേഴ്സ്, അല്ലേ? അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ഫോർ പബ്ലിക് സെക്ടർ ഡ്യൂറിങ് ദി പ്ലാനിംഗ് പീരീഡ്. പൊതു ഉടമയിലുള്ള ഉൽപാദക സംവിധാനങ്ങൾക്കാണ് പഞ്ചവത്സര പദ്ധതി കാലഘട്ടങ്ങളിൽ ഇന്ത്യ ഒരുപാട് പ്രാധാന്യം നൽകിയിരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സുപ്രധാനമായിരുന്ന, ഒരുപാട് സാധ്യതയുണ്ടായിരുന്ന സ്വകാര്യ മേഖലയ്ക്ക് പല വ്യവസായ മേഖലകളിലും ഉൽപാദനം ആരംഭിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. ഒരുപാട് നിയന്ത്രണങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയ്ക്ക് വിവിധ തരത്തിലുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ഉൽപാദന മേഖലകളിൽ കടന്നു കയറാനും അവിടെ ഉൽപാദനം ആരംഭിക്കുവാനും അങ്ങനെ രാജ്യത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് മാറുവാനും സ്വകാര്യ വ്യക്തികൾക്ക് അവസരം ലഭിക്കാതെ പോയി. ഇത് രാജ്യത്തിൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അതാണ് ഒരു പോരായ്മ, ഒന്നാമത്തെ പോരായ്മ. എന്താണ്? പബ്ലിക് സെക്ടർ വാസ് ഗിവൺ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നമ്മൾ നൽകിയിരുന്നില്ല. സ്വകാര്യ മേഖലയ്ക്ക് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നൽകുവാൻ കഴിയാവുന്ന സംഭാവനകൾ അവർക്ക് നൽകുവാനായിട്ട് പറ്റിയില്ല. അവർ ഉൽപാദനത്തിൽ നിന്നും അകറ്റി നിർത്തിയത് കൊണ്ട്. രണ്ടാമത്തെ പോരായ്മ, പ്രൈവറ്റ് സെക്ടർ വാസ് ലാർജ്ലി കെപ്റ്റ് അണ്ടർ ഗവൺമെൻറ് കൺട്രോൾ. ഏതാനും ചില വ്യവസായങ്ങൾ, ഉൽപാദന മേഖലകൾ സ്വകാര്യ മേഖലയ്ക്ക് നമ്മൾ എഴുതി കൊടുത്തിരുന്നുവെങ്കിൽ പോലും ഇവയൊക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. സ്വകാര്യ ഉൽപാദകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായിട്ട് ഉൽപ്പാദിപ്പിക്കുവാനും അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്നിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ കഴിവിൻ്റെ പരമാവധി ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനും അങ്ങനെ രാജ്യത്തിൻ്റെ വളർച്ചയുടെ മുതൽക്കൂട്ടായിട്ട് മാറുവാനും സ്വകാര്യ മേഖലയ്ക്ക് ആ കാലഘട്ടങ്ങളിൽ പറ്റിയിരുന്നില്ല. കാരണം ഒരുപാട് നിയന്ത്രണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്നും സ്വകാര്യ മേഖലയ്ക്ക് ഉണ്ടായിരുന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപാദനക്ഷമതയുടെ പാരമ്യത്തിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവർക്ക് പറ്റില്ല, ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായതുകൊണ്ട് തന്നെ. ഇതായിരുന്നു രണ്ടാമത്തെ പോരായ്മ. ഇനി എന്താണ് മൂന്നാമത്തെ പോരായ്മ? ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വർ സബ്ജക്റ്റ് ടു മെനി റെസ്ട്രിക്ഷൻസ്. ഇവിടെയുള്ള വാണിജ്യമായിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ വ്യാപാരമായിട്ടുണ്ടെങ്കിലും അവയ്ക്കൊക്കെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു.
വാണിജ്യമായാലും വ്യാപാരമായാലും ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായിക്കൊണ്ട്, വളരെ സ്വതന്ത്രമായിക്കൊണ്ട് വാണിജ്യ വ്യവസായ മേഖലയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പുരോഗതി നേടിയെടുക്കുവാനും അവർക്ക് ആ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞിരുന്നില്ല. നാലാമതായിട്ട്, ബ്യൂറോക്രസി ആൻഡ് റെഡ് ടാപ്പിസം വർ ദ നോർമൽ ഫീച്ചർ ഓഫ് അവർ ഇക്കോണമി. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നോർമൽ ഫീച്ചറായി മാറിയിരിക്കുന്നു ബ്യൂറോക്രസിയും അതേപോലെ തന്നെ റെഡ് ടാപ്പിസവും. ഉദ്യോഗസ്ഥ മേധാവിത്വവും ചുവപ്പ് നാടയുടെ കുരുക്കും ഇന്ത്യൻ ഇക്കോണമിയുടെ നോർമൽ ഫീച്ചറായിരിക്കുന്നു. ഒരു സ്വകാര്യ ഉൽപ്പാദകനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്വകാര്യ സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പുതിയ വ്യവസായം, പുതിയ ഉൽപ്പാദക യൂണിറ്റ് ഇവിടെ ആരംഭിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നും അദ്ദേഹത്തിന് അനുമതി പത്രം അഥവാ ലൈസൻസ് കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ലൈസൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ സംരംഭകൻ ഗവൺമെൻറ് ഓഫീസുകളിൽ കയറി ചെല്ലണം. അവിടെ നിന്ന് വേണം അദ്ദേഹത്തിന് ലൈസൻസ് ലഭിക്കാൻ. ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ഹാർദമായ സ്വീകരണമായിരുന്നില്ല ലഭിച്ചിരുന്നത്. മറിച്ച് അവിടെയുള്ള സർക്കാർ ജീവനക്കാരും ഉദ്യോഗസ്ഥ മേധാവികളും ഒക്കെ തന്നെ ഇങ്ങനെ കയറി വരുന്ന ഉൽപ്പാദകനോട്, സംരംഭകനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാനായിട്ട് ഇടവന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ ഫയലുകൾ നീക്കുകയും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സമീപനമായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ മേധാവികൾ കൈക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫയലുകളെല്ലാം തന്നെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. യഥാസമയത്ത് ഒരു ഉൽപ്പാദകനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യവസായം ആരംഭിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ ആസൂത്രണ കാലഘട്ടങ്ങളിൽ അഭിമുഖീകരിച്ചിരുന്നു. ഇതിൻ്റെയെല്ലാം അനന്തരഫലങ്ങൾ 1991 കൂടിയിട്ട് അതിൻ്റെ പാരമ്യത്തിലെത്തുകയുണ്ടായി. At the end of June 1991, our economy was faced with unprecedented economic crisis. 1991 കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം our foreign exchange reserves were not sufficient to pay for a few days imports. ഇന്ത്യയുടെ ഏതാനും ദിവസത്തെ ഇറക്കുമതിക്ക് പോലും ആവശ്യമായ ഫോറിൻ കറൻസി ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്നില്ല. മാത്രമല്ല, ന്യൂ ലോൺസ് were also unavailable for India is concerned during this period. ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ലോണുകൾ പോലും ലഭ്യമായിരുന്നില്ല. ഈ ഒരു കാലയളവിൽ തന്നെയാണ് NRIs, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്, have withdrawn a huge amount from banks. NRIs ഒരുപാട് തുക ബാങ്കുകളിൽ നിന്നും പിൻവലിക്കുക ഉണ്ടായതും ഈ കാലയളവിൽ തന്നെയാണ്. ഇതൊക്കെ ആയതോടുകൂടിയിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഹാവ് ലോസ്ഡ് ദ റിലയബിലിറ്റി ഓൺ ഇന്ത്യാസ് ഇക്കോണമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വിശ്വാസ്യത അന്താരാഷ്ട്ര സമൂഹത്തിന് കൈമോശം വന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വിശ്വസിക്കാനായിട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം തയ്യാറല്ല. അത്ര കണ്ട് തകർച്ച അനുഭവിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ തന്നെയാണ് അവർ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് ഓൺ റിവേഴ്സ് ഗിയർ. India's industrial progress were on reverse gear during this period. 1991 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ വ്യാവസായിക വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നോട്ടായിരുന്നു. വളർച്ച തീരെ ഉണ്ടായിരുന്നില്ല, ഒട്ടും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കാലയളവിൽ വിലവർദ്ധനവ് വളരെ കൂടുതലായിരുന്നു. പ്രൈസ് വേർ സ്കൈ റോക്കറ്റിംഗ്. വികസനം വഴിമുടക്കിയിട്ടുള്ള, വികസനം മരവിച്ചു പോയിട്ടുള്ള, വളർച്ച മുരടിച്ചു പോയിട്ടുള്ള ഇന്ത്യൻ ഇക്കോണമിയെ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ട്, കരകയറ്റുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നേരായ വളർച്ചയുടെ വികാസത്തിൻ്റെ പാതയിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പുത്തൻ സാമ്പത്തിക നയം അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇതുവരെ ഇന്ത്യ അനുവർത്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ, ഇതുവരെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നയങ്ങളിൽ നിന്നും സമീപനങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുമായിട്ട് 1991 ശ്രീ PV നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ന്യൂ ഇക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം പരിഷ്കാരം ഇവിടെ നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചു.
ഇന്ത്യയിൽ 1991 എന്തുകൊണ്ട് ന്യൂ ഇക്കണോമിക് പോളിസി നടപ്പിലാക്കി, ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇവ നമുക്ക് ഇനി പരിശോധിക്കാം. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ശ്രദ്ധിക്കുക. 1991 ഇന്ത്യ എന്തുകൊണ്ട് ന്യൂ ഇക്കണോമിക് പോളിസി ഇവിടെ നടപ്പിലാക്കി? ന്യൂ ഇക്കണോമിക് പോളിസി നടപ്പിലാക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതിൽ ഒന്നാമത്തെ കാരണമാണ് ഇൻക്രീസ് ഇൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇന്ത്യയുടെ ധനക്കമ്മി ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൈനസ് ഗവൺമെൻറ് റവന്യൂ എക്സ്ക്ലൂഡിങ് ബോറോയിങ്. വായ്പ ഒഴികെയുള്ള ഗവൺമെൻറ്റിൻ്റെ ചെലവും ഗവൺമെൻറ്റിൻ്റെ വരവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി വലിയ പ്രശ്നമൊന്നുമല്ല. എങ്ങനെയാണെങ്കിലും മാത്രം ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നതെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കോ വികാസത്തിനോ വേണ്ടിയിട്ടായിരുന്നില്ല ചെലവഴിച്ചത്. 1991 ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചെലവിൻ്റെ 36.4% പലിശ അടവുകളിലേക്കാണ് നീക്കിവെച്ചിരിക്കുന്നത്. എത്ര കഷ്ടമാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചെലവിൻ്റെ 36.4% വളർച്ചയുടെ വികാസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? പലിശ അടവിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത്ര കഷ്ടമായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥ. ഇന്ത്യ കടക്കണിയിലേക്ക് പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, ഡെപ്റ്റ് ട്രാപ്പിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനങ്ങളായിട്ടുള്ള വേൾഡ് ബാങ്കൊക്കെ ഇന്ത്യയെ വളരെ സംശയ ദൃഷ്ടിയോട് കൂടിയിട്ടാണ് വീക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഇക്കോണമിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അവർക്ക് കരകയറി വരാനായിട്ട് പറ്റുമോ എന്നൊക്കെ വളരെ ആശങ്കയിലായിരുന്നു വേൾഡ് ബാങ്കും IMFും ഒക്കെ തന്നെ. രണ്ടാമതായിട്ട് ഇന്ത്യയിൽ ന്യൂ ഇക്കണോമിക് പോളിസി ഇവിടെ നടപ്പിലാക്കാനായിട്ടുള്ള സാഹചര്യം മൗണ്ടിങ് അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആണ്. ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യം ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ കറൻസി കൂടുതലായിട്ട് ലഭിക്കുകയാണ്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കൾ, സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മളുടെ കൈവശമുള്ള നമുക്ക് വളരെ അമൂല്യമായിട്ടുള്ള ഫോറിൻ കറൻസി വിദേശികൾക്ക് കൊടുക്കേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതി കുറയുകയും ഒരുപാട് ഇറക്കുമതി കൂടുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന അമൂല്യമായിട്ടുള്ള ഫോറിൻ കറൻസി വിദേശ രാജ്യങ്ങളിലേക്ക് കൊടുക്കുകയാണ് ഇമ്പോർട്ടിന് വേണ്ടിയിട്ട്. നമുക്ക് ഏറെ ആവശ്യമുള്ള ഫോറിൻ കറൻസി ഇമ്പോർട്ടിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എക്സ്പോർട്ടിൽ വർധനവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആവുന്നത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു നേട്ടവും എക്സ്പോർട്ടിൽ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങളെയൊക്കെ സംരക്ഷിച്ചു പോന്നിരുന്നു. ഇന്ത്യ പ്രൊട്ടക്ഷൻ നൽകിയത് കൊണ്ട് തന്നെ നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയുടെ കാര്യത്തിലായിട്ടുണ്ടെങ്കിലും ഗുണനിലവാരത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലായിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ വിദേശ രാജ്യങ്ങളോട്, വിദേശ ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാനുള്ള ശേഷിയും ആർജവവും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ട് വിപുലീകരിക്കാനും കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യാനും പറ്റിയിരുന്നില്ല. മറിച്ച് ഇമ്പോർട്ടിൽ ഒരുപാട് വർധനവുണ്ടാവുകയാണ്. ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അഡ്വേഴ്സ് ആയിട്ട് മാറുകയുണ്ടായി. 1980-81 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണ്. ഒരുപാട് കാശ് വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഇന്ത്യക്ക് ഉണ്ട്. ഇങ്ങനെ വന്നപ്പോൾ ഈ തരത്തിലുള്ള പേയ്മെൻറ്റുകൾ കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിദേശ കടം ഇന്ത്യ വാങ്ങേണ്ടുന്ന ഗതികേട് 1980-81 കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് അനുഭവപ്പെട്ടു. ഇത്
കൊണ്ടുകൂടിയാണ് നമുക്ക് കൂടുതലായിട്ട് കാശ് കൊടുത്തു തീർക്കാനുണ്ട്. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് കാശ് ഇനി വായ്പയായിട്ട് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ 1991 ന്യൂ ഇക്കണോമിക് പോളിസി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. മൂന്നാമത്തെ കാരണം, ഇറാഖ് പ്രസിഡൻ്റായിരുന്ന സദ്ദാം ഹുസൈൻ 1990-91 കാലഘട്ടങ്ങളിൽ ഗൾഫ് കൺട്രിയായിരുന്ന കുവൈറ്റിനെ ആക്രമിച്ചു. ഇതാണ് ഗൾഫ് വാർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്ന പെട്രോളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും പ്രധാനമായിട്ടും ഗൾഫ് കൺട്രീസിൽ നിന്നുമായിരുന്നു. ഗൾഫ് വാറിനെ തുടർന്ന് പെട്രോളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഗൾഫ് കൺട്രീസിൽ നിന്നും ലഭിക്കുന്നതിൻ്റെ അളവിൽ കാര്യമായ മാറ്റമുണ്ടായി. മാത്രവുമല്ല, പെട്രോളിനും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ ഒരുപാട് വർധനവും സംഭവിച്ചു. നമുക്കറിയാം, പെട്രോളിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ രാജ്യത്ത് ലഭ്യമാകുന്ന എല്ലാ സാധനങ്ങൾക്കും നാനാവിധ സാധനങ്ങളുടെയും വില ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അത് തന്നെ ഇന്ത്യയിൽ സംഭവിച്ചു. പെട്രോളിൻ്റെ വില വർദ്ധിച്ചതോടു കൂടിയിട്ട് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് ക്രമാതീതമായിട്ട് കുതിച്ചുയർന്നു. ഇത് രാജ്യത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഗൾഫ് വാർ ഇന്ത്യയെ ഇനിയും ഒരുപാട് പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരുപാട് ജനങ്ങൾ ഗൾഫ് കൺട്രീസിൽ തൊഴിൽ ചെയ്തു വരുന്നുണ്ടായിരുന്നു. ഇവർ നമ്മുടെ രാജ്യത്തേക്ക് അയക്കുന്ന കറൻസിയാണ്, റെമിറ്റൻസ് ആണ് നമ്മളുടെ ഫോറിൻ കറൻസിയുടെ, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ പ്രധാന ഉറവിടം. ഗൾഫ് വാർ വന്നതോടു കൂടിയിട്ട് ഒരുപാട് ഇന്ത്യൻ ജനങ്ങൾക്ക് അവിടെ ഗൾഫ് കൺട്രീസിൽ തൊഴിൽ നഷ്ടപ്പെടുകയും അവരുടെ ഫോറിൻ റെമിറ്റൻസ് നിലച്ചു പോവുകയും അത് കാരണമായിട്ട് ഇന്ത്യക്ക് ലഭ്യമായിരുന്ന ഫോറിൻ കറൻസിയുടെ അളവ്, ലഭ്യത വല്ലാതെ കുറഞ്ഞു പോവുകയും ചെയ്തു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കേവലം 10 ദിവസത്തെ ഇമ്പോർട്ടിന് മാത്രമേ തികയുമായിരുന്നുള്ളൂ ആ കാലയളവിൽ. 10 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്തു ചെയ്യും എന്ന് നമ്മൾ വേവലാതി പൂണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ. അഞ്ചാമത്തെ കാരണം ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം. Average annual rate of inflation increases from 6.7% to 16.7%. വില വർധനവിലുണ്ടായിട്ടുള്ള വാർഷിക വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6.7% നിന്നും 16.7% വർദ്ധിച്ചു. ഇൻഫ്ലേഷൻ ഒരുപാട് വർദ്ധിക്കുകയാണ് ഈ കാലയളവിൽ, ഇല്ലേ? ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുപാട് പുതിയ കാശുകൾ ഇവിടെ അടിച്ചിറക്കാൻ ഈ കാലയളവിൽ ആരംഭിച്ചു. ഇങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുപാട് കാശ് അടിച്ചിറക്കിയതോട് കൂടിയിട്ട് മണി സപ്ലൈ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. മണി സപ്ലൈ വർദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം സാധനങ്ങളുടെ വില കുതിച്ചുയരും, അതായത് ഇൻഫ്ലേഷൻ റേറ്റ് വർദ്ധിക്കും. അതുതന്നെയാണ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ കാശ് അടിച്ചിറക്കിയതോട് കൂടിയിട്ട് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു. കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ വർദ്ധിച്ചു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിച്ചത് കൊണ്ട് സാധനങ്ങളുടെ വില വർദ്ധിച്ചു. ആഭ്യന്തര മാർക്കറ്റിലും അതേപോലെ തന്നെ വിദേശ മാർക്കറ്റിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡിനെ അത് സാരമായിട്ട് പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇങ്ങനെ അത്യന്തം ഗതികേടിലായിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഇന്ത്യക്ക് വികസനത്തിൻ്റെ വളർച്ചയുടെ പാതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായും വിദേശ സഹായം ലഭ്യമായേ പറ്റുള്ളൂ. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, വിദേശ സഹായം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര നാണ്യനിധിയായിട്ടുള്ള IMFനെയും അതേപോലെ തന്നെ വേൾഡ് ബാങ്കിനെയും ലോക ബാങ്കിനെയും നമ്മൾ വായ്പയ്ക്ക് വേണ്ടിയിട്ട് സമീപിക്കുകയാണ്. അവരുടെ എല്ലാ നിബന്ധനകൾക്കും അവരുടെ എല്ലാ നിർദ്ദേശങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് 1991 ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം, ന്യൂ ഇക്കണോമിക് പോളിസി നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്നെ കേട്ടിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് തീരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഗുഡ് ബൈ. താങ്ക് യു.